സ്നേഹ നിറഞ്ഞ കുഞ്ഞോമന മക്കളെ, നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങൾക്കൊരു വലിയ ആഗ്രഹമുണ്ടാകണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മളെന്ന് പറയുന്ന വ്യക്തി ഇന്നല്ല നാളെ പോലെ ഒരു ദിവസം ഈ ലോകത്തിൽ നിന്ന് മരണം വഴി യാത്രയായാലും അനേകരുടെ ഓർമ്മകളിൽ നമ്മൾ മരിക്കത്തില്ല. ഓരോ കുഞ്ഞുമക്കളുടെ കരച്ചിലുകളും ദിവസവും കാണുന്നുണ്ട്. സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ കുഞ്ഞോമന മക്കളെ, ഒത്തിരി സന്തോഷവും സ്നേഹവും ഉണ്ട് ഈ പരിപാടിയിലൊക്കെ വന്ന് കണ്ട് നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതൊക്കെ. സ്നേഹം നിറഞ്ഞ മക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ആയിരിക്കണം നമ്മുടെ ജീവിതം മുഴുവൻ. എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല, സർവശക്തനായ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി എനിക്ക് കഷ്ടപ്പെടാൻ ഒരാഗ്രഹം ഉണ്ടാവണം. നമ്മുടെ നവജീവൻ ആരംഭിച്ചിട്ട് 33 വർഷമായി. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് വിശന്നിരിക്കുന്ന കൂട്ടുകാരുടെ സങ്കടം കൊണ്ട് എൻ്റെ പങ്ക് ചോറ് കൊടുത്ത് വിശന്നിരുന്ന് രോഗിയായി മെഡിക്കൽ കോളേജിൽ വന്നതാണ്. ഓപ്പറേഷൻ വേണ്ടി വന്നു. അടുത്ത് കിടക്കുന്ന പല രോഗികളും ആഹാരത്തിനായി വിഷമിക്കുന്ന കണ്ടപ്പോൾ വീട്ടിൽ നിന്ന് ഒരാളിന് കൊണ്ട് ഭക്ഷണം കൊടുത്തു, 2 പേർ കൊണ്ട് ഭക്ഷണം കൊടുത്തു. അങ്ങനെ രോഗികളുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും മരണങ്ങളും ഒക്കെയും കൊച്ചു പ്രായത്തിൽ മെഡിക്കൽ കോളേജിൻ്റെ ആരംഭകാലത്ത് കണ്ടപ്പോൾ ഒത്തിരിയേറെ സങ്കടം തോന്നി. അസുഖം മാറി വീട്ടിൽ പോയ ഞാൻ പിന്നെ പഠിത്തം ഉപേക്ഷിച്ചുകൊണ്ട് ആശുപത്രിയിൽ വന്ന് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി കൊച്ചു സഹായങ്ങൾ ചെയ്യാൻ തുടങ്ങി. കാല് തിരിഞ്ഞു കൊടുക്കുക, കൈ തിരിഞ്ഞു കൊടുക്കുക, അവർ ഉണക്കമീൻ വറുത്ത് കൊണ്ടു കൊടുക്കുക. അവർ ചോദിക്കുന്ന എല്ലാം കുറേശ്ശെ ഇങ്ങനെ കൊടുത്ത് നടന്ന് അന്ന് മുതൽ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, കർത്താവായ ഈശോയെ, മാതാവേ, അമ്മേ, എനിക്ക് ആശുപത്രിയിൽ ഒരു ജോലി കിട്ടി പാവപ്പെട്ട രോഗികളെ സഹായിക്കാൻ കഴിയണമെന്ന്. 20ാമത്തെ വയസ്സിൽ മെഡിക്കൽ കോളേജിൽ ജോലി കിട്ടി. ധാരാളം മെഡിക്കൽ വിദ്യാർത്ഥികളെ കൂട്ടിക്കൊണ്ട് നടന്ന് അവരുടെ ഹോസ്റ്റലിൽ വരുന്ന ഭക്ഷണം, മിച്ചം വരുന്ന ഭക്ഷണമൊക്കെ മേടിച്ച് നാട്ടുകാരുടെ വീടാന്തോറും നടന്ന് ഭക്ഷണം മേടിച്ച് ആശുപത്രിയിൽ അങ്ങനെ കൊടുത്ത കാലം. 24 വർഷം അങ്ങനെ ചോറ് ചുമന്ന് കൊടുത്ത് നടന്ന കാലങ്ങളൊക്കെ ഉണ്ടായി. ഇന്ദിരാഗാന്ധിയൊക്കെ മരിച്ചപ്പോൾ അവിടെ വലിയ ബന്ധുക്കളൊക്കെ വന്നപ്പോൾ ഒരുപാട് വീടുകളിൽ നിന്ന് ചോറ് ചുമന്ന് രാത്രി 12 മണി വരെയും കൊടുത്ത കാലങ്ങളൊക്കെ ഉണ്ടായി. തെരുവിൽ കിടന്നവരൊക്കെ ഏറ്റെടുത്തുകൊണ്ട് വന്നപ്പോൾ അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി തീർച്ചിച്ച് സുഖമായി വീട്ടുകാർക്ക് വേണ്ടാതെ വന്നപ്പോൾ മെഡിക്കൽ കോളേജിലെ ഇപ്പോഴേ ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടർ ജയകുമാർ അവരൊക്കെ 2nd ഇയർ MBBS താമസിച്ചൊരു പ്രൈവറ്റ് ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അവരുടെ ഹോസ്റ്റലിൽ 2-3 മുറി ഒഴിവായപ്പോൾ 2-3 പേരെ ആ മുറിയിൽ കൊണ്ട് താമസിപ്പിച്ചു. ആ മുറിക്കിട്ട പേരാണ് നവജീവൻ. 30 വർഷക്കാലം ഞാൻ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തു, പെൻഷനായി. ഉമ്മൻചാണ്ടി സാറിൻ്റെ വലിയ സുഹൃത്തായിരുന്നു ചെറുപ്പം മുതൽ. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വീണ്ടും ജോലി തന്നു, പെൻഷനായി, വീണ്ടും ജോലി തന്നു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ വന്നിട്ട് 58 വർഷമായി. ഒരുപാട് പേരുടെ മരണങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും വേദനകളും എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, ക്യാൻസർ വാർഡ് ദിവസവും മരണങ്ങളാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം കൊടുക്കും. ഒഴുകൽ വറുത്തത്, ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, കക്ക ഫ്രൈ, ബട്ടർ ചിക്കൻ, പൊറോട്ട, കപ്പ വേവിച്ചത്, മീൻ കറി, ബിരിയാണി എല്ലാം കൊടുക്കും. അത് അവസാനത്തെ ഭക്ഷണമാണ് പലരും. പിറ്റേ ദിവസം ചെല്ലുമ്പോൾ അറിഞ്ഞു അവർ മരിച്ചുപോയി. താമസിച്ചിട്ട് വൈകിട്ട് കൊണ്ടുപോയി. മരണത്തിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രായക്കാർ കുഞ്ഞു മക്കളൊക്കെ അവിടെ ഇരുന്ന് കരയുകയാണ്. അപ്പൻ മരിക്കാറായി വരുന്നത് കണ്ടുകൊണ്ട് കരയുന്നു, അമ്മ മരിക്കാറായി വരുന്നത് കണ്ടുകൊണ്ട് കരയുന്നു. മരിച്ചുപോയ അപ്പനെയും അമ്മയെയും വീട്ടിലെത്തിക്കാൻ നിവൃത്തിയില്ലാതെ കരയുന്നു. ആഹാരത്തിന് വഴിയില്ലാതെ, ഒരു നേരത്തെ മരുന്നിന് മാർഗമില്ലാതെ, വീട് സ്ഥലവും നഷ്ടപ്പെട്ട് വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ കരയുന്ന കുഞ്ഞുങ്ങളുടെ ദിവസവും കാണുന്നുണ്ട്. ഓരോ കുഞ്ഞുമക്കളുടെ കരച്ചിലുകളും ദിവസവും കാണുന്നുണ്ട്. സ്നേഹം നിറഞ്ഞ കുഞ്ഞോമന മക്കളെ, നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങൾക്കൊരു വലിയ ആഗ്രഹമുണ്ടാകണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നേക്കാൾ വിഷമിക്കുന്നവർക്ക് വേണ്ടി വേണം എനിക്ക് വിഷമിക്കാൻ.
എന്നേക്കാൾ സങ്കടപ്പെടുന്നവരെ ഓർത്ത് വേണം എനിക്ക് സങ്കടപ്പെടാൻ. ഇതായിരിക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ദൈവസന്നിധിയിലുള്ള വലിയ ആഗ്രഹങ്ങൾ. ആ ആഗ്രഹങ്ങളോടുകൂടി ജീവിക്കുമ്പോൾ മക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവത്താൽ അനുഗ്രഹം നിറഞ്ഞ് 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 നമ്മൾ ജീവിക്കും. നമ്മളെന്ന് പറയുന്ന വ്യക്തി ഇന്നലെ നാളെ പോലെ ഒരു ദിവസം ഈ ലോകത്തിൽ നിന്ന് മരണം വഴി യാത്രയായാലും അനേകരുടെ ഓർമ്മകളിൽ നമ്മൾ മരിക്കത്തില്ല. അനേകരുടെ ഓർമ്മകൾ നമ്മൾ മരിക്കത്തില്ല. ആ ഓർമ്മകളിൽ കൂടെ അനേകരിതാണ് അനേക പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി സഹായികളായി, അപ്പനായി, അമ്മയായി, സഹോദരനായി, സഹോദരിയായി ജീവിക്കുവാൻ നമ്മുടെ ചുറ്റുപാടിലുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിച്ച് തീരണം. അങ്ങനെ ജീവിച്ച് തീരാൻ ആഗ്രഹിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ ഏറ്റവും വിലയേറിയതും വിലപ്പെട്ടതുമായി തീരുന്നത്. നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുള്ള സ്വഭാവങ്ങളാണ്. എന്തെങ്കിലും ഒരു പുരോഗതി കണ്ടു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു വരുമാന മാർഗം കണ്ടു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു സ്ഥാനമാനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ തലയിലേക്ക് വന്ന് വീഴുകയാണ് അഹങ്കാരം, ആഡംബരം, ഞാനെന്നുള്ള ഭാവം. ദൈവം തന്ന അനുഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരുന്നവരെ വേദനിപ്പിച്ചു വിടുക, കരയിപ്പിച്ചു വിടുക, അവരുടെ കഷ്ടപ്പാടുകളിൽ സന്തോഷിക്കുക, അവർക്കത് അങ്ങനെ വരട്ടെ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ ഒത്തിരിയേറെ ആഗ്രഹിക്കാം മക്കള്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളൊക്കെയും ഇന്ന് മുതൽ വലിയ വലിയ നല്ല നല്ല ആഗ്രഹങ്ങളുണ്ട്. ഞങ്ങൾക്ക് വ്യക്തിപരമായ ഒരു ആഗ്രഹം ഉണ്ടാകണം. എൻ്റെ വീട്ടിലെ, എൻ്റെ നാട്ടിലെ, എൻ്റെ സ്കൂളിലെ ഏറ്റവും നന്മ ചെയ്യുന്ന ഏറ്റവും നല്ല വലിയ വ്യക്തിയായി എനിക്ക് ജീവിച്ചു തീരണം. ഏറ്റവും കൂടുതൽ ക്ഷമയും അനുകമ്പയും കരുണയും ദാനധർമ്മമുള്ള ഒരു വലിയ വ്യക്തിയായി എനിക്ക് ജീവിക്കണം. എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് അങ്ങനെ തന്നെ ജീവിച്ച് തീരണം എന്നുള്ള ആഗ്രഹം ഇന്ന് മുതൽ നിങ്ങൾക്ക് ആരംഭിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ആഗ്രഹിക്കുകയാണ്. എൻ്റെ അത്രയും എളിമയും അനുകമ്പയും കരുണയും ദാനവും പ്രാർത്ഥനയുള്ള വ്യക്തികള് എൻ്റെ മുമ്പിൽ ഉണ്ടാകരുത്. എനിക്കായിരിക്കണം ഏറ്റവും കൂടുതൽ എളിമയുള്ള വ്യക്തി. ഞാനായിരിക്കണം ഏറ്റവും കൂടുതൽ ദാനധർമ്മം ചെയ്യുന്ന വ്യക്തി. ഞാനായിരിക്കണം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി. ഞാനായിരിക്കണം ഏറ്റവും നന്മയുള്ള നല്ല സ്വഭാവമുള്ള വ്യക്തി. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ മക്കളെ, നമ്മുടെ ജീവിതം അതൊരു വലിയ പ്രകാശമായി ദൈവം നമ്മളെ വഴി നടത്തിക്കൊണ്ടേയിരിക്കും. എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ വീട് അനുഗ്രഹമാണ്, എൻ്റെ സ്കൂൾ അനുഗ്രഹമാണ്, എൻ്റെ നാട് അനുഗ്രഹമാണ്, എൻ്റെ സമൂഹം അനുഗ്രഹമാണ്, എൻ്റെ ജില്ല അനുഗ്രഹമാണ്, എൻ്റെ കേരളം അനുഗ്രഹമാണ്, എൻ്റെ രാജ്യം അനുഗ്രഹമാണ്. ലോകം മുഴുവനും എൻ്റെ ജീവിതം കൊണ്ട് അനുഗ്രഹത്തിൻ്റെ ഒരു ജീവിതമായി തീരുവാൻ സർവശക്തനായ ദൈവമേ, കർത്താവായ ദൈവമേ, പരിശുദ്ധ അമ്മേ, മാതാവേ, അവിടുന്ന് എന്നെ സഹായിച്ച് എന്നെ വഴി നടത്താനായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊക്കെ. കുട്ടികളുടെ ആശുപത്രി, നിങ്ങളുടെ പ്രായത്തിൽപ്പെട്ട കൊച്ചുകുട്ടികൾ എത്രയോ പേര് മരിക്കാറായി കിടക്കുന്നു. ഞാൻ പലരോടും പറയും, നിങ്ങൾ എങ്ങനെയെങ്കിലും സമയമുണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസം വന്ന് ഈ മരിക്കാറായി കിടക്കുന്നവരുടെ ദുഃഖങ്ങളും വേർപാടുകളും വേദനകളും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കാണണമെന്ന് പറയാറുണ്ട്. കാരണം എല്ലാ ദിവസവും ഞങ്ങൾ മരണം കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. ജീവിതത്തിൽ മക്കളെ, നിങ്ങൾക്ക് ഇന്ന് മുതൽ വലിയ ആഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ആഗ്രഹങ്ങൾ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സുഹൃത്തായി ജീവിക്കണം. നല്ല കാര്യത്തിൽ നിർബന്ധിക്കാനും നാശം വരുന്ന കാര്യത്തിൽ നിന്ന് പിടിച്ചു മാറ്റാനും നിങ്ങൾ പരസ്പരം നല്ല സുഹൃത്തുക്കളാകണം. നിങ്ങൾ ചെറുപ്പത്തിലെ തന്നെ നിങ്ങൾ കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ നിങ്ങൾക്കൊരു വലിയ ആഗ്രഹം ഉണ്ടാകണം. ഞാൻ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മുതൽ അമ്മയെ വിശക്കുന്നേന്ന് പറയരുത്. അമ്മ വല്ലതും കഴിച്ചോ, അമ്മയെ ഒരു മുട്ടായി ആണെങ്കിലും മേടിച്ച് അമ്മയ്ക്ക് കൊണ്ടുവരും. എന്നും കാത്തിരിക്കുന്ന മക്കളെ അപ്പനേക്കാൾ കൂടുതൽ സമയം കിട്ടുന്നത് അമ്മയ്ക്കാണ്. അമ്മയാണ് നമ്മളെ നോക്കിയിരിക്കുന്നത്. സമയം കഴിഞ്ഞു പോയി, നിങ്ങൾക്കൊരു മേലേഴി വരുന്നു, അമ്മ ഉറങ്ങത്തില്ല. നിങ്ങളുടെ സങ്കടം കണ്ടാൽ അമ്മ കരഞ്ഞ് നിങ്ങളുടെ കാച്ചൊട്ടിലിരിക്കും. അമ്മ നിങ്ങളെ മടിയിൽ കിടത്തിക്കൊണ്ടിരിക്കും. ഈ ലോകത്തിലെ ഏറ്റവും വലിയ വ്യക്തി നമ്മുടെ അമ്മയാണെന്ന് കാണണം. അതുകൊണ്ട് നിങ്ങൾ സ്കൂളിൽ നിന്ന്
വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇന്ന് മുതൽ ചോദിക്കണം, അമ്മ വല്ലതും കഴിച്ചോ? അമ്മേ, അമ്മയ്ക്ക് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് വരണം, അമ്മ വല്ലതും കഴിച്ചോ? ഇത് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ചോദിച്ചോണം. എന്നെങ്കിലും ഒരു കാലത്ത് നിങ്ങൾ അമ്മയിൽ നിന്ന് അകന്ന് ജീവിക്കും. എന്നെങ്കിലും ഒരു കാലത്ത് നിങ്ങൾ അമ്മ ഇല്ലാത്തവരായി ജീവിക്കേണ്ട കാലം വരും. ഞാനും നിങ്ങളും എല്ലാവരും അങ്ങനെയായി തീരും. അമ്മയെ വേലക്കാരിയാക്കി മാറ്റും. അമ്മയുടെ അപ്പൻ്റെ ആഹാരം കഴിക്കുന്ന പാത്രം നിങ്ങൾ കഴുകിവെക്കാൻ പഠിക്കണം. അമ്മയുടെ അപ്പൻ്റെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകണം. അടുക്കള ജോലി ചെയ്യാനും ഒക്കെ അമ്മയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹമാണ്. രാവിലെ ഏറ്റൊരു കടുങ്കാപ്പിയോ കടിച്ചായ ഉണ്ടാക്കി അപ്പനും അമ്മയ്ക്കും കൊടുക്കുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്. അപ്പൻ്റെ അമ്മയുടെ അടുത്ത് സ്കൂളിൽ പോരാൻ നേരത്തെ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾക്ക് അനുഗ്രഹമാണ്. നിങ്ങളെ കുഞ്ഞുനാളിൽ മുതൽ പഠിപ്പിച്ച ഗുരുക്കന്മാരെ എവിടെ കണ്ടാലും, ഏത് ബസ് സ്റ്റാൻഡിലോ മാർക്കറ്റിലോ വഴിയരികിലോ എവിടെ വെച്ച് കണ്ടാലും ഓടിച്ചെന്ന് നമസ്കരിക്കുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്. ഇങ്ങനെ കുറേ നല്ല ജീവിത സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നമ്മുടെ സ്കൂൾ അനുഗ്രഹമാകും, നമ്മുടെ നാട് അനുഗ്രഹമാകും. എല്ലാ സ്ഥലവും നമ്മൾ അനുഗ്രഹത്തിന്റെ ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കും. എവിടെ നമ്മൾ ജീവിക്കുന്നുണ്ടോ അവിടെയെല്ലാം ദൈവാനുഗ്രഹത്തിന്റെ ഒരു ജീവിതമായി മാറ്റുവാൻ നമുക്കൊരു വലിയ വലിയ ആഗ്രഹം ഉണ്ടാകണം. സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, കുഞ്ഞുമക്കളെ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഏറ്റവും പ്രായമുള്ളവരെയും ഏറ്റവും പ്രായം കുറഞ്ഞവരെയാണ്. ഒത്തിരി പ്രായമുള്ളവർ മടി കിടന്ന് മരിച്ചു, കെട്ടിപ്പിടിച്ചുകൊണ്ട് മരിച്ചു, ചുംബിച്ചുകൊണ്ട് മരിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെ രൂപത്തിട്ട് നോക്കിക്കൊണ്ട് ഞാൻ കുറേ സമയം ഇങ്ങനെ ഈ 58 വർഷത്തെ ജീവിതത്തിലൂടെ എൻ്റെ ദൈവം എന്നെ നടത്തിയ വഴികളെക്കുറിച്ച് ഓർക്കുമ്പോൾ ദൈവം എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു. ദൈവം സ്നേഹിക്കുന്ന പോലെ ആരും സ്നേഹിക്കത്തില്ല മക്കളെ. ദൈവം ക്ഷമിക്കുന്നത് പോലെ ഈ ലോകത്തിൽ ആരും ക്ഷമിക്കത്തുമില്ല. ഞാൻ ദൈവത്തെ നോക്കിക്കൊണ്ട് ഞാൻ ഒത്തിരി ഒത്തിരി സങ്കടപ്പെട്ട് കഴിയും. എൻ്റെ ദൈവം എനിക്ക് എത്രയോ അനുഗ്രഹങ്ങൾ തന്നു, എത്രയോ അപകടങ്ങൾ തന്നെ രക്ഷപ്പെടുത്തി, എന്തുമാത്രം പേരെ സഹായിപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നു. എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ എനിക്കിപ്പോഴും ജീവിക്കാൻ പലപ്പോഴും പറ്റുന്നില്ല കർത്താവേ. എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ എനിക്കിപ്പോഴും പലപ്പോഴും ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടം. ദൈവം നമുക്ക് തരുന്ന ആ വലിയ കരുതലിന്റെ സ്നേഹമോർത്താൽ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തു പോകും. അങ്ങനെ സ്നേഹം നിറഞ്ഞ ദൈവമക്കളാകുന്ന കുഞ്ഞുമക്കളെ, ഇന്നിവിടെ ഒത്തിരിയേറെ നിങ്ങൾക്ക് അനുഗ്രഹീതമായ മീറ്റിങ്ങുകളുണ്ട്. ഒത്തിരിയേറെ കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സ്കൂളിൽ നിന്ന് ഒത്തിരിയേറെ പ്രോഗ്രാമുകളുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരുപാട് സമയം പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷേ അതിനുള്ള സമയമില്ല. അതുകൊണ്ട് സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളോട് പറയാം. ഞാനല്ല പറഞ്ഞതെന്ന് നിങ്ങൾ ഓർക്കണം. ഞാനല്ല നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളുടെ സൃഷ്ടാവായ ദൈവം നവജീവനിൽ വന്ന തോമസ് ഏട്ടനിൽ കൂടെ ഇന്ന് എന്നോട് സംസാരിച്ചു. എൻ്റെ ദൈവം നവജീവനിൽ വന്ന തോമസ് ഏട്ടനിൽ കൂടെ എന്നോട് സംസാരിച്ചു. എനിക്ക് അനുസരണ വേണം. ഞാൻ കേൾക്കുന്ന കാര്യങ്ങളോട് എനിക്ക് അനുസരണ വേണം. എനിക്ക് ആത്മാർത്ഥത വേണം. ഞാൻ കേട്ട കാര്യങ്ങളോട്, എൻ്റെ ദൈവം എന്നെ കേൾപ്പിച്ച കാര്യങ്ങളോട് എനിക്ക് സത്യസന്ധത വേണം. ഞാൻ എന്നെ അനുസരിക്കണം. അനുസരണ ഞാൻ പഠിക്കണം. ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ ഞാൻ സ്വീകരിക്കണം. സ്വീകരിച്ചുകൊണ്ട് ദൈവം തരുന്ന എല്ലാ വഴികളും ഞാൻ ഏറ്റവും കൂടുതൽ അനുഗ്രഹത്തിൻ്റെ വഴികളാക്കി തീർക്കുവാൻ എനിക്ക് കഴിയണമെന്നുള്ള ആഗ്രഹമുണ്ടാകും. അടുത്തിരിക്കുന്ന ആളെ നോക്കി ചിരിച്ചുകൊണ്ട് ഒന്ന് ഷെയ്ക്കാൻ കൊടുത്തിട്ട് പറഞ്ഞ് ഒരു 10 പ്രാവശ്യം ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന്. ദൈവം നിന്നെ അനുഗ്രഹിക്കും. സന്തോഷമായിട്ട് പറഞ്ഞു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ.
നല്ലപോലെ പറഞ്ഞ, ഒച്ച പറഞ്ഞ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നീ കൂട്ടുകാരെയൊക്കെ കാണുമ്പോൾ സ്കൂളിൽ വരുമ്പോഴൊക്കെയും എപ്പോഴും പറയേണ്ടത് ഇങ്ങനെ വേണം പറയാൻ. ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് പറയണം, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് എപ്പോഴും പറഞ്ഞിട്ടാൽ മതി. ദൈവം അവരെയും ദൈവം നമ്മളെയും അനുഗ്രഹിക്കും.